എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിലക്കടല കൊണ്ടുള്ള ഒരു സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 4 കപ്പ് നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ചൊന്ന് വേവിച്ച് കൊണ്ടുവരണം. ഇതാ ഞാൻ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 1 കപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ തമിഴ്നാട് അടുത്തതായതുകൊണ്ട് പുഴുങ്ങിയതും വാങ്ങിക്കാൻ കിട്ടും, തൊണ്ടോട് കൂടിയുള്ളതും കിട്ടും. പക്ഷേ ഞാൻ തൊണ്ടോട് കൂടിയുള്ളത് വാങ്ങിച്ചിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. ഇനി നമുക്കിതിന് സലാഡ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ എടുത്തേക്കുന്നത് നോക്കാം. ഒരു കുക്കുംബർ, ഒരു പച്ചമാങ്ങയുടെ ചെറിയൊരു കഷ്ണം എടുക്കുന്നുള്ളൂ, പിന്നെ മല്ലിയില, ഒരു സവോള, 3 തക്കാളി എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞു തക്കാളിയാണ്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള എരിവ് കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുക്കുംബറും മാങ്ങയും സവോളയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവയ്ക്കാം. ഇതാണ്ട് ഞാൻ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ ചാട്ട് മസാല മറക്കരുത്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം ചാട്ട് മസാലയാണ്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞ് കൊണ്ടുവരണം. എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ മാങ്ങയുടെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ മല്ലിയില, പിന്നെ നമ്മുടെ നിലക്കടല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചാട്ട് മസാല, പിന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിനകത്തേക്ക് നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നിലക്കടല ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ കുക്കുംബർ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുക്കുംബർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താലും മതി കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ സവോള അരിഞ്ഞത് കുഞ്ഞായിട്ടെല്ലാം ചെറുതായിട്ട് അരിയണേ, അതിട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ആ പച്ചമാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ ഇട്ടതിന് ശേഷം നമുക്കിനി മല്ലിയില ഇട്ട് കൊടുക്കണം. ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഇളക്കിയെടുത്ത് വെച്ചു. ഇനി ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തു കണ്ടോ. മല്ലിയില ഇട്ടിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ഇതെൻ്റെ ഒരു ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ചേച്ചി ഇവിടെ അടുത്ത സ്കൂളിലെ HM ആണ്. അപ്പോൾ ചേച്ചി നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന്. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പം ഇത് 4 മണിക്കൊക്കെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലതാണ്. അപ്പം ഇതുപോലെ നിലക്കടലയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. ആ നിലക്കടല വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ അത് പൊളിച്ചൊക്കെ എടുക്കാം കേട്ടോ. അതൊന്നും ഒരു പാടുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുകയോ ഇതൊക്കെ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഒരു തവണയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നും. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.